ഹലോ, ഈവനിങ്ങിൽ ചായൻ്റെ കൂട്ടത്തൊക്കെ പറ്റിയ ഒരു സിമ്പിളായിട്ടാണ് പാൽവാഴക്ക റെസിപ്പി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ആദ്യം തന്നെ നമ്മളെ നോർമൽ വാട്ടറിൽ നന്നായിട്ട് സാബുനരി വേവിച്ചെടുക്കണം. ഞാൻ ഫ്ലേവറിനായിട്ട് അതിലേക്ക് ഒരു 3 ഏലക്ക കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്ത് വരുന്ന ടൈമിൽ പാൽപ്പൊടി കട്ടകളൊന്നും കുത്താതെ ഒരു ഗ്ലാസ്സിൽ ആദ്യം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുന്ന ടൈമാകുമ്പോൾ ഒന്നോ രണ്ടോ നേന്ത്രപ്പഴം കട്ട് ചെയ്തത് കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നേന്ത്രപ്പഴമാണ് ഇതിലോട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുതന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലോട്ട് തൂമിച്ച് വാരാനുണ്ട്. ഞാനിവിടെ മിൽമൻ്റെ ഗീയാണ് എടുക്കുന്നത്, അതായത് പശുവിൻ നെയ്യ്. നമുക്ക് സാധാരണ നെയ്യും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പശുവിൻ നെയ്യ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വലിയ രുചി വ്യത്യാസങ്ങളൊന്നും അതിൽ വരില്ല. അപ്പോൾ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ നെയ്യ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിലോട്ട് അണ്ടിമുന്തിരിയും ഇട്ടിട്ട് അതൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് തൂമിച്ചെടുത്തിട്ട് നമ്മുടെ റെസിപ്പിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാൽവാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.